ഒരു കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു വെള്ള ഇത് ഞാൻ എത്ര വെച്ചിട്ടാൽ ഒരു 2 ഭാഗം അരിയും പിന്നെ ഒരു ഭാഗം ഉഴുന്നും കൂടിയാന്നതാ. ഇത് കണ്ട ഇതേ ഭാഗത്തിൽ ഉഴുന്ന് പൊതിർത്തിട്ട് ഇങ്ങനെ പൊതിർത്ത് തരുള്ളൂ. ഇത് ഞാൻ അരച്ചിട്ട് കൊണ്ടുവരട്ടെ. അരച്ചിട്ട് കൊണ്ടുവന്നിട്ടാകുമ്പോൾ കാണിക്കാം ബാക്കി. ഇതിപ്പോൾ ഞാനിപ്പോൾ അരി അരച്ചിട്ട് കൊണ്ടുവന്നു. ഇതിൽ ഞാനത് ഇത്ര പോരാ വേണ്ട, ഇത്ര പോരാ ഞാനിത് ആക്കിയിട്ടുണ്ട്. ഇതെന്നാ വെച്ചാൽ ഇതാണ് എള്ള് വേണ്ടേ. ഈ എള്ളി ഞാൻ അതിലിട്ടു. പിന്നെ ഈ അരിക്കൂട്ട് ഞാൻ അതിൽ ഒഴിച്ചു. കണ്ടേ, അരിക്കൂട്ട് ഒഴിക്കട്ടെ. അരിക്കൂട്ടിൻ്റെ അകത്ത് കുറച്ച് മൈദപ്പൊടി കൂട്ടിയാൽ എണ്ണ കുടിക്കൽ കുറയും. അതിനാണ്. മറ്റേ ഇന്ന് കൂട്ടിയതാകുമ്പോൾ നല്ലപോലെ എണ്ണ കുടിച്ച് കളി. കുറച്ച് മൈദപ്പൊടി കൂട്ടിയാൽ നല്ല ഇത് വരും, നല്ല ഒരു എണ്ണ കുടിക്കൂല. ഇതിൽ ഞാനൊരു ഇത്തിരി പോരാ അപ്പക്കാര സോഡപ്പൊടി കൂടി ഇടുന്നുണ്ട്. ഇത്തിരി വേണ്ടു കേട്ടോ, ഇത്തിരി പൊരി വേണ്ടു കേട്ടോ, ഒരിത്തിരി വേണ്ട. അതിൽ കുറേ കൂടുതൽ കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത് ഇത്തിരിയേ വേണ്ടു. ഒരിത്തിരി വെച്ചാൽ ഞാനൊരു ലേശം ആക്കുന്നതാണ്, എന്ന് വെച്ചാൽ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ കുറച്ച് ഞാൻ മൈദപ്പൊടി കൂടി കൂട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ ഇതിൽ കുറച്ച് ഉപ്പിടട്ടെ. ഇതിൽ പച്ചപ്പറങ്കി കൂടി മുറിച്ചിടാം കേട്ടോ. പച്ചപ്പറങ്കി കൂടി മുറിച്ചിടാൻ പറ്റും. അല്ല, മുറിച്ചിടാം. പക്ഷേങ്കിൽ ഞാൻ അതൊന്നും മുറിച്ചിട്ടില്ല. എരിവ് വേണ്ടുന്നവർക്ക് പച്ചപ്പറങ്കി ഇട്ടാലും നല്ല ടേസ്റ്റാണ്. പക്ഷെ അമ്മക്ക് എരിവ് തീരെ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് പച്ചമുളക് കൂട്ടുന്നില്ല. അതാണ്, പച്ചമുളക് കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചി ഉണ്ടാവും. പിന്നെ ഞാനത് കൂട്ടുന്നില്ല. ഞാനിത് അത്രയേ ഉള്ളൂ. ഇത് വെള്ളമായി പോകുന്നതിന് കുറച്ച് പിന്നെ ഇത് കുടിക്കുന്നതായിട്ടാണ് ഞാൻ പിന്നെ ഇത് ആക്കുന്നത്. ഈ മൈദപ്പൊടി കൂട്ടുന്നത്. എണ്ണ കുടിക്കൂല, കുറയും ഈ മൈദപ്പൊടി കൂട്ടിയാൽ. അതുകൊണ്ടാണ് ഞാൻ ഈ മൈദപ്പൊടി കൂട്ടുന്നത് കേട്ടോ. ഉണ്ടല്ലേ, ഇത് കുറച്ച് മൈദപ്പൊടി, അത്രയും കൂട്ടുന്നില്ല, ഒരുപാടൊന്നും കൂട്ടുന്നില്ല. ഞാൻ അത്രയും എടുത്തിട്ടുള്ളൂ, അത്രയും എടുത്തിട്ടുള്ളൂ. കുറച്ച് അരി, ഒരു പിടി അരി, 2 പിടി അരി, 1 പിടി ഉഴുന്നുമാണ്. അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൽ നിന്നിപ്പോൾ ഞാൻ ഒരു 2 സ്പൂണ് എടുക്കുന്നുണ്ട്. അത്രയും എടുക്കുന്നില്ല, ചെറിയ സ്പൂണാണ്. എന്താ അതെന്തിനാ വെച്ചാൽ അത് നമുക്ക് ഒരു എണ്ണ കുടിക്കൽ കുറയും, കുറച്ച് പദവും കിട്ടും. ഉണങ്ങിപ്പോയാൽ നമ്മളിപ്പം ചുട്ടപാടാകുമ്പോൾ കുറച്ചേരം ഉണക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഉണക്കുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു ഉണക്കം വരും. ആ സമയത്ത് നമുക്കിത് ഉപകാരപ്പെടും. ഈ മൈദപ്പൊടി ഇട്ടാൽ അത് പദം വരും. അങ്ങനെയുണ്ട്. അത് ചുടുമ്പം ലേശം ഇതാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ബാക്കിയായിപ്പോൾ ഇതിനെ തിന്നാൻ അന്നേരം അങ്ങനെ സുഖമായിട്ട് തിന്നാം. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിനാണ് ഈ മൈദപ്പൊടി കൂട്ടുന്നത് കേട്ടോ. അത്രയും ഞാൻ ആക്കിയിട്ടുള്ളൂ. ഒരു പിടി ഉഴുന്നും 2 പിടി അരിയും, അതാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇത് കണ്ട, ഇത് വേണ്ടില്ലേ, ഇതാ ഞാൻ ഇതിങ്ങോട്ടാക്കി വെക്കാം, എന്നാലേ കാണുള്ളൂ. കണ്ടില്ലേ, ഒരു പിടി ഉഴുന്നും 2 പിടി അരിയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കൂടുതലാക്കിയാലേ തിന്നാൻ ആളുണ്ടാവില്ലല്ലോ, നമ്മൾ അത്രയല്ലേ ആളില്ലൂ. അതുകൊണ്ട് കണ്ട, ഈ പാകത്തിനാണ് ഞാനിപ്പം ചൂടാനാക്കുന്നത് കേട്ടോ. ഇതേപോലെ ഈ പാകത്തിനായിപ്പം ചൂടുന്നത്. വെള്ളമായിപ്പോൾ ചില സമയത്ത് ഉറക്കനായിപ്പോയെങ്കിലും പോവില്ല. അതുകൊണ്ട് കുറച്ച് ലൂസാക്കിയാൽ കുഴപ്പമില്ല. കൂടുതൽ ഉറക്കനാക്കി നമ്മൾ കാരപ്പം ചുടുന്നില്ലേ, അതേ മോഡലാണ് വേണ്ടത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതേപോലെ ഉണ്ടാ ഇങ്ങനെ ഇതന്നെ ഇതേ കൂട്ട് ഉണ്ടല്ലോ. വേകുന്നില്ലെങ്കിൽ അന്നേരം കുറച്ച് വെള്ളം ചേർത്താൽ മതി. അഥവാ ആദ്യം ഒന്ന് ചുട്ട് നോക്കുക, പാകത്തിന് വേകുന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട. അല്ലെങ്കിൽ കുറച്ച് ഒരിറ്റു വെള്ളം ചേർത്തിട്ട് വെള്ളമാക്കിയാൽ മതി. ഇതിപ്പോൾ പാകമാണ് കണ്ടാ, ഇങ്ങനെ വരണം. ഉണ്ടല്ലേ, ഇതേപോലെ. ഇത് ഞാൻ ഉപ്പും ഇട്ടു, എല്ലാം ഇട്ടു, ഉഴുന്ന് പരിപ്പിട്ടു, എല്ലാം ഇട്ടു. ഇനിയിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പം ഇത് പാത്രം വെച്ചാൽ ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് ചൂടാൻ അടുപ്പത്ത് വെക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ചൂടാൻ പോകും തന്നെ. ഇതിപ്പോൾ ഇതിനകത്ത്
എണ്ണ കാഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഒരു കോരി കോരിയിട്ട് തൊട്ടെ. അത് കാഞ്ഞൽ പോരാ. ഇത് കണ്ടേ, ഞാൻ ചുടുന്ന കാണിച്ചു തരാമല്ലോ. ഞാൻ ഇതേപോലെ ചുടുന്നുണ്ട്, കുറേ ചുട്ടു. ഇനിയിപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചുടുന്ന കാണിച്ചു തരണ്ടേ. ഇതേപോലെ എന്താ, ഞാനിത് ഒന്നിട്ട് തന്നെ 2-3 ഒന്നിച്ച് തൊടാനാണ് പോകുന്നത്. മറ്റേ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വട്ടത്തിൽ നല്ല ഷേപ്പിൽ വരും. ഇപ്പോൾ കാര്യമൊന്നും എടുത്തിട്ടില്ല, ഞാൻ ഇതിൽ തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് ഷേപ്പ് കുറവുണ്ട്. നമുക്ക് തിന്നാനല്ലേ, അതാണ് ഞാനിപ്പം ഇതിപ്പം ചുട്ട് വെച്ചു. അതിപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ അതാ കണ്ട പൊന്തി വരുന്ന കണ്ട, പൊന്തി വന്നിട്ടുണ്ട്. അതാ കണ്ടാ 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 പൊന്തി വരുന്ന കണ്ടാ കണ്ടാ, നല്ലോണം പൊന്തി വരും. അത്രേ വേണ്ടൂ, ഒരു പിടി അരി. ഞാനിപ്പോൾ ഒരു പിടി, അനക്കത്രേ വേണ്ടു. 2 പിടി അരിയും 1 പിടി ഉഴുന്നുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. 2 പിടി അരി 1 പിടി ഉഴുന്നും. പിന്നെ അതിൽ ഒരു 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 സ്പൂണ് പിന്നെ എള്ള്, പിന്നെ നമുക്ക് പാകത്തിന് എത്ര വേണ്ടത് എടുക്കുക. അത്ര ഇടുന്നതിന് നമുക്ക് കുഴപ്പമില്ല. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു നുള്ള് അപ്പക്കാരം. കൂടുതലായാൽ പൊന്തി വെളിച്ചെണ്ണ കുടിക്കും ഒരുപോലെ. വെളിച്ചെണ്ണ കുടിക്കുന്നതായിട്ടാണ് മൈദപ്പൊടി. ഞാൻ കുറച്ച് 2 സ്പൂണ് മൈദപ്പൊടി ഇട്ടത്. എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ എണ്ണ കുടിച്ചിട്ട് തികച്ച് കുടിച്ചാൽ ഈ ഉഴുന്നാകുമ്പോൾ നല്ലോണം എണ്ണ കുടിക്കും. അതാണ് ഇപ്പോൾ അരച്ച് പൊന്താൻ വെക്കാതെ. ഇതിൻ്റെ പൊന്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ചുടുന്നതിനൊക്കെ തേച്ച് അതിൻ്റെ ഉള്ളിലായിരിക്കും. ഇതിപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും കുടിക്കൂല. നോക്കരുതോ, നല്ല അടിപൊളിയായി. ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും കുടിക്കൂല. അതാണ് ഇപ്പം കണ്ടില്ലേ. ഇതേപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്ക്. ഇത് നല്ലൊരു അടിപൊളി പലഹാരമാണ്. തിന്നാലും പിടിയില്ല. നല്ല, ഇനി കുറച്ച് പച്ചമുളകും കൂടി കൂട്ടിക്കോ. പച്ചമുളക് ഇഞ്ചി കൂടി കൂട്ടുന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. കുറച്ച് പച്ചമുളക് ഇഞ്ചി കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ. കുറച്ച് കരിവേപ്പില എല്ലാം കൂടി കൂട്ടിക്കോ. ഞാൻ പിന്നെ അതൊന്നും കൂട്ടിയില്ല. എന്തുകൊണ്ടാണ് കൂട്ടായെന്നറിയാം, അമ്മക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെടില്ല. ഇഞ്ചിയും പച്ചമുളകെല്ലാം എനിക്കും ഇഷ്ടപ്പെടും. പക്ഷെ അമ്മക്ക് എരിവ് തീരെ തട്ടിക്കൂടാ. അന്നേരം പിന്നെ അമ്മ കഴിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ആക്കിയത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഞാനത് ചുട്ട് വെച്ച് എല്ലാം കൂടി ഒന്നരപ്പാടിയാകുമ്പോൾ ഒരുപാട് ദീർഘമായിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ചെറുങ്ങനെ ആക്കിയിട്ട് ചുട്ടതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഉണ്ടല്ലേ, അത്രേ ഉള്ളൂ. ഞാൻ അത്രേ ഉണ്ടാക്കിയിട്ടില്ല. ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്കൊരു തിന്നാൻ ആളില്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അത് അന്നേരം പിന്നെ നമുക്ക് അത്രയല്ലേ വേണ്ടു. ഇപ്പം വൈകുന്നേരം അതിൽ രാവിലേക്ക് ബാക്കിയിട്ടുണ്ടെങ്കിൽ രാവിലേക്ക് കൂടി എടുക്കാം. മൈദപ്പൊടി ആയതുകൊണ്ട് നാളേക്ക് ഉണങ്ങിപ്പോവില്ല. അല്ലെങ്കിൽ കുറച്ച് ഇത് ആണെങ്കിൽ നമ്മൾ ബക്കെല്ലാം ഉണങ്ങിപ്പോയ പോലെ ഉണ്ടാവും. ഇപ്പം അതൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം നല്ല അടിപൊളി. ഇപ്പം നല്ല ഇതുപോലെ ഉണ്ടാവും. കുറച്ച് നമുക്ക് നാളെ കുറേ തണിഞ്ഞിട്ടാകുമ്പോൾ നല്ല പദം ഉണ്ടാവും. ഇത് അങ്ങനെയാണ് കണ്ടോ. ആയി ചുട്ടിട്ട് വാങ്ങി എല്ലാം ഞാൻ ചുട്ടു. ഇപ്പം കണ്ടില്ലേ, ഇതിപ്പോൾ കണ്ടല്ലോ. ഞാനിപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളിയാണ്. ഞാൻ ഇത് ചീനച്ചട്ടിയിലാണ് ചുട്ടിന്. ഇതെന്ന് വെച്ചാൽ ഞാൻ 3 വെച്ചിട്ടാണ് ചുട്ടിന്. ചീനച്ചട്ടിയിൽ 3 വെച്ചിട്ടാണ് ഞാൻ ചുട്ടത്. ഉണ്ടാ, എങ്ങനെ ചുട്ടെന്ന് വെച്ചാൽ ഞാൻ അടുപ്പിച്ചിട്ടങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നാൽ വേഗമാവും. ഇല്ല പിന്നെ കാര ചുടണം. ഇതിൻ്റെ കാരക്കുയ്യ എടുക്കണം. നമ്മൾ കാരയില്ലേ, കണ്ണൂർ ഉണ്ണിയപ്പം എന്ന് പറയുന്ന കാരയില്ലേ, ആ കാരപ്പം എടുക്കണം. കണ്ട, അതിപ്പം എനിക്കതിന് പറ്റാതെ കൊണ്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ കണ്ടല്ലോ. കണ്ടല്ലോ, ഇതിപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇങ്ങോട്ട് എടുക്കട്ടെ. ഇപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. കണ്ട, ഞാൻ ഇത് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു അടിപൊളി അപ്പാന്ന്. ഇത് നിങ്ങൾക്ക് തിന്നാലും മതി തരില്ല. നല്ല അടിപൊളിയാണ് കേട്ടാ. നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടാ. ഉണ്ടാ
അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ, ബൈ ബൈ. എല്ലാവരും ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് എല്ലാം ഇങ്ങനെ ഇടുന്നില്ല, വലിയ പിന്നെ ഇടുന്നില്ല. നിങ്ങൾ പറഞ്ഞ വീഡിയോസാണ് ഇടുന്നത്. എന്നാൽ ഓക്കെ, ബൈ ബൈ.